അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വള്ളുഹാ വല്ലൈലി ഇദാ സജ്ജ, അതിന്റെ അർത്ഥമാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. വള്ളുഹാ, പകലിന്റെ ആദ്യ സമയത്തെ തന്നെ സത്യം. അയ്യവ്വലന്നഹാരി, പകലിന്റെ ആദ്യ സമയത്തെ തന്നെ സത്യം. ഔ കുല്ലഹു, അല്ലെങ്കിൽ പകലിനെ മുഴുവനെ തന്നെ സത്യം. എന്റെ അഭിപ്രായമാണ്. വല്ലൈലി, രാത്രിയെ തന്നെ സത്യം. ഇദാ സജ്ജ വത്താബി വലാമിഹി, രാത്രിയുടെ ഇരുട്ട് മൂടിയാൽ. ഔ സക്കന, അല്ലെങ്കിൽ രാത്രി മൗനമായാൽ, അടങ്ങിയാൽ. രാത്രി മൗനമാവുക എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. രാത്രിയിൽ എല്ലാ വസ്തുക്കളും ഉറങ്ങി ഒരു ശബ്ദവും ഇല്ലാത്ത നിലക്ക് ആയാൽ, രാത്രി മൗനമായാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് ഈ ആയത്തിറങ്ങാനുള്ള കാരണം, 3 കാരണങ്ങൾ ഇബ്നു കസീർ അതുപോലെ റാസി എന്നീ കിതാബുകളിൽ നിന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. ജലാലൈനിൽ പറയുന്നത്, നസല ഹാദാ ലമ്മാ കാലൽ കുഫാർ ഇന്ദ തഅഖുരിൽ വഹി അൻഹു 15 യൗമൻ, 15 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വഹി പിന്തിയപ്പോൾ കുഫാറുകളായ ആളുകൾ പറഞ്ഞു, ഇന്ന റബ്ബഹു വദഅഹു വഖലാഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബ് വദഅഹു, മുഹമ്മദ് നബിയെ യാത്ര അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിരിഞ്ഞിരിക്കുന്നു, പിണങ്ങിയിരിക്കുന്നു. വഖലാഹു, വെറുക്കുകയും ചെയ്തിരിക്കുന്നു, ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് വള്ളുഹാ വല്ലൈലി ഇദാ സജ്ജ, സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന. മാ വദ്ദഅക തറകക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷിച്ചിട്ടില്ല. റബ്ബുക, നിങ്ങളുടെ റബ്ബ്, വമാ ഖലാ, നിങ്ങളെ അബോധക്ക, നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല, നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുമില്ല എന്നാണ്. അപ്പൊ റബ്ബ് മുഹമ്മദ് നബിയെ വദ്ദഅഹു, മുഹമ്മദ് നബിയെ ഉപേക്ഷിച്ചു, വഖലാഹു, മുഹമ്മദ് നബിയോട് വെറുത്തു, ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ്, മുശ്രിക്കീങ്ങൾ പറഞ്ഞ സമയത്താണ് ആയത്ത് ഇറങ്ങിയത് എന്നാണ് തഫ്സീർ ജലാലൈനിയിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ മാ വദ്ദഅക എന്നതിന്റെ അർത്ഥം മാ തറകക റബ്ബുക എന്നാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. വമാ ഖലാ, നിങ്ങളെ വെറുത്തിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, വലൽ ആഖിറതു, ആഖിറം എന്ന വീട്, ഖൈറുൽ ലക മിനൽ ഊലാ, അതാണ് നിങ്ങൾക്ക് ഖൈറ്, മിനൽ ഊലാ, ഈ ദുന്യാവ് ഐഹികം എന്ന വീടിനേക്കാൾ. കാരണം ആഖിറത്തിൽ ഒരുപാട് കറാമത്തുകളും മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്.
വലദ്ദാറുൽ ആഖിറത്ത് ഖൈറുൽ ലക മിൻ ഹാദിഹി ദാരി എന്ന ആഖിറം എന്ന വീട് ഈ വീടിനേക്കാൾ ഉത്തമമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഇത് തഫ്സീർ ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം കൊടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുന്യാവിനെ തീരെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും ആഖിറം തന്നെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊതിച്ചിരുന്നത് എന്നും അറിയിക്കുന്ന ഒരു ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നവർ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നു അലാ അസീരിൻ ഒരു പായയുടെ മേൽ. ഫഅസറ ഫീ ജംബിഹി ആ പായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗത്ത് പതിഞ്ഞു, അതിന്റെ അടയാളമുണ്ടായി ശരീരത്തിൽ. ഫലമ്മസ്തൈഖള അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നപ്പോൾ ജഅൽതു അംസഹു ജംബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗത്തെ ആ പായയുടെ അടയാളം പതിഞ്ഞിരുന്ന ഭാഗത്തെ ഞാൻ തടവി, ഞാൻ ഇങ്ങനെ തുടക്കുന്നവരെ. വഖുൽതു എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ ആദന്തന നിങ്ങൾ ഞങ്ങൾക്ക് സമ്മതം തരുകയാണെങ്കിൽ ഈ പായയുടെ മുകളിൽ എന്തെങ്കിലും കൊടുന്നുകൊണ്ട് ഞങ്ങൾ വിരിക്കാം, അപ്പോൾ ഇങ്ങനെ അടയാളം ഉണ്ടാവുകയില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാലി വലിദ്ദുന്യ എനിക്കും ദുന്യാവിനും എന്താണ്, ഇന്നമാ മസലി വമസലു ദുന്യ എന്റെ ഉദാഹരണം ദുന്യാവിന്റെ ഉദാഹരണവും കറാകിബിൻ വല്ല തഹത ശജറത്തിൻ ഒരു യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ ഒരു വൃക്ഷത്തിന്റെ തണലിൽ അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടി തണൽ കൊള്ളാൻ വേണ്ടിയിരുന്നു. പിന്നീട് അയാളെ യാത്ര തുടർന്നു. ആ വൃക്ഷത്തെ ഒഴിവാക്കുകയും ചെയ്തു. ഇതുപോലെയാണ് എനിക്ക് ദുന്യാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്തത് തഫ്സീർ ഇബ്നു കസീർ ഭാഗം 8 412 വല്ലുഹ വല്ലൈലി ഇദാ സജ്ജ എന്ന സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിരിക്കുകയാണ്, പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വലസൗഫ യുതീക റബ്ബുക ഫതർള വലസൗഫ യുതീക റബ്ബുക ഫതർള ശേഷം നബിയെ തങ്ങൾക്ക് തങ്ങളുടെ റബ്ബ് നൽകും. ഇവിടെ നമുക്ക് ആദ്യമായി തഫ്സീറുൽ ജലാലൈനി നോക്കാം. വലസൗഫ യുതീക ശേഷം തങ്ങൾക്ക് നൽകും റബ്ബുക തങ്ങളുടെ റബ്ബ് ഫിൽ ആഖിറതി ആഖിറത്തിൽ നൽകും മിനൽ ഖൈറാത്തി ഖൈറുകളിൽ നിന്ന് അതാഅൻ ജസീല വലിയതായ നൽകൽ ആഖിറത്തിൽ റബ്ബ് നൽകും എന്നാണ്. അപ്പോൾ ആഖിറത്തിൽ വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇവിടെ ശഫാഅത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതേ പ്രകാരം വെളുത്ത മാണിക്കത്താലുള്ള 1000 മാളികകളാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഒക്കെ വിവരിച്ചതായി കാണാം. അതൊക്കെ ഒരു ധാരണകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് വളരെ വലിയ അനുഗ്രഹങ്ങളെ അവിടെ നൽകും എന്നാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതാഅൻ ജസീല. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം
റാസി റളിയല്ലാഹു അൻഹു ഒക്കെ വിവരിച്ചതായി കാണാം. ഈ നൽകും എന്ന് പറഞ്ഞത് രണ്ട് വിധം ഉണ്ട് എന്നാണ്. ഒന്ന് മനാഫിഉകൾ, ഉപകാരങ്ങൾ അവിടെ നൽകും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അക്കൂട്ടത്തിലാണ് സ്വർഗത്തിലെ 1000 മാളികകൾ നൽകും എന്ന് പറഞ്ഞത്. തഅലീമാണ് മനാഫിഉകളല്ല നൽകുന്നത് എന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്നും നിവേദനം ചെയ്തതായി കാണാം. അസ്സഫാഅത്തു ഫിൽ ഉമ്മത്തി, ഉമ്മത്തിൽ സഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നൽകും. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു ഹദീസിൽ ലമ്മാ നസലത്ത് ആദിഹിൽ ആയത്ത്, ഈ വലസൗഫ യുതീക റബ്ബുക ഫതർല്ലാഹ് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലാ അർള, അങ്ങനെ നൽകുമെങ്കിൽ ഇദൻ ആ സമയത്ത് ലാ അർള ഞാൻ തൃപ്തിപ്പെടുകയില്ല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടുകയില്ല. ഇജാബത്തിന്റെ ഉമ്മത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇജാബത്ത് നൽകിയ ഉമ്മത്ത്. ഇത് ബഹുമാനപ്പെട്ട ഇമാം റാസി അവിടുത്തെ റാസിയുടെ 31-ാമത്തെ ഭാഗം 213-ാമത്തെ പേജിലും ഇബ്നു കസീർ തങ്ങൾ അവിടുത്തെ ഇബ്നു കസീറിന്റെ 8-ാം ഭാഗം 412-ലും വിവരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിപ്പെടുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതിനെ സംബന്ധിച്ച് തഫ്സീർ തിബിരി എന്ന് പറയുന്ന തഫ്സീറിന്റെ ഭാഗം 12624-ൽ കാണാം. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്ന്. ഇങ്ങനെ പല പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവ, പിന്നീടുള്ള ആയത്ത് അതാണ്. അലം യജിദ്ക, നബിയെ തങ്ങൾ നാം എത്തിച്ചില്ലേ. നേരത്തെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ തഫ്സീർ ജലാലൈനിലും കാണാം. ഫതറുല്ലാഹു ബിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ആഖിറത്തിൽ നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടും. ബിഹി യദു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലാ അർളാഹു വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിലുള്ള സമയം ഞാൻ തൃപ്തിപ്പെടുകയില്ല. അപ്പൊ ഇതുവരെ ഫതറുള്ള എന്നതുവരെ ഇലാ ഹുന ഖസമിന്റെ ജവാബാണ്. നേരത്തെ സത്യം ചെയ്ത് ആ സത്യം ചെയ്ത് പറഞ്ഞതാണ് ഇതുവരെ പറഞ്ഞത്. വലസൗഫ യുതീക റബ്ബുക ഫതറുള്ള. രണ്ട് മുസ്ബത്തുകളും രണ്ട് മംഫിയുമാണ് ഇതിന്റെ ഇടയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് തഫ്സീർ ജലാലൈനിയിലൊക്കെ കാണാൻ സാധിക്കും. വല്ലുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക, തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല തങ്ങളുടെ റബ്ബ്. വമഅകല, തങ്ങളോട് വെറുത്തിട്ടുമില്ല തങ്ങളുടെ റബ്ബ്. പിന്നീട് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാണ് നിങ്ങൾക്ക് ഈ ഐഹിക ജീവിതത്തിനേക്കാൾ നല്ലത്. മറ്റൊന്ന് വലസൗഫ യുതീക, ശേഷം തങ്ങൾക്ക് നൽകും റബ്ബുക, തങ്ങളുടെ റബ്ബ്. ഫതറുള്ള, അപ്പൊ തങ്ങളെ അതുകൊണ്ട് തൃപ്തിപ്പെടും. ഈ അവസാനം പറഞ്ഞത് രണ്ടുമാണ്, രണ്ട് മുസ്ബത്തുകൾ. നേരത്തെ പറഞ്ഞ മാ വദ്ദഅക വമാ ഖല, അത് രണ്ടുമാണ് രണ്ട് നഫികൾ.
അലം യജ്ദക യതീമൻ, അലം യജ്ദക തങ്ങളെ എത്തിച്ചിട്ടില്ലയോ റബ്ബ്? ചോദ്യമാണ്. ഇസ്തിഫ്ഹാമു തഖരീരിനായി വജദക നബിയെ തങ്ങളെ എത്തിച്ചിരിക്കുന്നു, യതീമായ നിലക്ക് എത്തിച്ചിരിക്കുന്നു, അനാഥനായ നിലക്ക്. ബിഫഖദി അബീക, തങ്ങളുടെ പിതാവില്ല, ഖബ്ല വിലാദതിക, ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. 2 മാസം ഗർഭമുള്ള സമയത്ത് മരണപ്പെട്ടു. ഒന്നുക്കൽ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം. അവിടെ അഭിപ്രായം. അപ്പൊ തങ്ങളെ ചേർത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു, അഭയങ്ങൾ നൽകി. എങ്ങനെ അഭയം നൽകി? നിങ്ങളുടെ അമ്മായ പിതൃവ്യനായ അബൂ താലിബിലേക്ക് തങ്ങളെ ചേർക്കൽ കൊണ്ട് അഭയം നൽകി. അതാണ് തഫ്സീർ ജലാലൈനിൽ കൊടുത്തിട്ടുള്ളത്. അലം യജ്ദിക യതീമൻ ഫആവ എന്നത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തഫ്സീർ വിവരിക്കുന്നത് ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ഉമ്മയുടെ ഗർഭാശയത്തിലാകുന്ന സമയത്ത് തന്നെ വഫാത്തായി. പിന്നീട് ഉമ്മ ആമിന ബീബി, വഹബിന്റെ മകളായ ആമിന ബീബി 6 വയസ്സുള്ള സമയത്ത് വഫാത്തായി. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലായി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. പിന്നീട് 8 വയസ്സായ സമയത്ത് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടതിന് ശേഷം അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയം നൽകിക്കൊണ്ട്, സംരക്ഷണം നൽകിക്കൊണ്ട്, അള്ളാഹു ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംരക്ഷണമാണ്. അതാണ് തങ്ങളെ ചേർത്തു എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ 58ാമത്തെ ഭാഗമാണ് ഇത്. 59ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഈ സൂറത്തിന്റെ അർത്ഥങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ, മറ്റു തഫ്സീറുകൾ ഉപയോഗിച്ച് വിശദീകരണം കൂടുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അർത്ഥം പ്രത്യേകം മാത്രം ഒന്ന് കേട്ട് ഈ സൂറത്തിന്റെ അർത്ഥം പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.